ഈശ്വര രക്ഷിക്കണേ. എന്റെ സങ്കടങ്ങൾ നിന്നോടല്ലാതെ വേറെ ആരോടാ എനിക്ക് പറയാനുള്ളത്? എനിക്ക് ആകെയുള്ളത് 2 പെമ്മക്കളും ഒരു മോനുമാ. അവന്റെ അച്ഛനെ പോലെ അവനെ നീ ഒരു മണ്ടനാക്കരുതേ. പാവം, എന്റെ വല്യേട്ടന് വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടും എന്നെ എന്റെ കുട്ടികളെ നശിപ്പിച്ചേ അടങ്ങൂന്നും പറഞ്ഞ് ചില ശത്രുക്കൾ എന്റെ തൊട്ടു പുറകിൽ തന്നെ ഉള്ളത് നീ കാണുന്നില്ലേ? അമ്മയോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തത് ശത്രു എന്ന് വിളിക്കാൻ? ഓടിയേസത്തെ, നിന്നെയല്ല ഞാനൊരു ഉപമ പറഞ്ഞതാ. എന്റെ ദൈവങ്ങളെ, വല്യേട്ടൻ എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരുത്തരുതേ. അമ്മേ, അമ്മേ, വല്യമാനെ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. എന്റെ ഈശ്വര, എന്റെ ശക്തി ഈ ഉള്ളവർക്ക് മനസ്സിലായേ. ചേട്ടാ, ചേട്ടാ, എന്റെ ഈശ്വര, കുളിക്കാനിറങ്ങിയ മനുഷ്യനെ കാണുന്നില്ലല്ലോ. ഒഴുക്കിപ്പെട്ട് പോയോ? ചേട്ടാ, എന്താ വിക്രമത്തെ? വല്യേട്ടനെ വിളിച്ചിട്ട് അനങ്ങുന്നില്ല. അപ്പൊ അളിയെ ക്ലോസ് ആയോ? വാ, പെട്ടെന്ന് കൊണ്ടുപോ. ഞാൻ പോട്ടെ. ഞാനവിടെ നിൽക്കേ, ഉടനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി വരും. ആള് ക്ലോസ് ആയ ലക്ഷണമാ. അച്ഛൻ ക്ലോസ് ആയിരുന്നു. നല്ല കരിമീൻ ഫ്രൈയും കൂട്ടി ചോറ് കൊണ്ടേച്ച് കിടന്ന ആളാ. രാവിലെ കാപ്പോടിക്കാ ചെന്ന് വിളിക്കുമ്പോ ഒരനക്കവും ഇല്ല. പിന്നെ ഞാനൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ദേ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ഞാനിപ്പോ ഇവിടെ നോക്കിയല്ലേ വിളിക്കുന്നേ. സത്യം എന്നുള്ളത് നേരെയാണോ? അല്ലാതെ അന്നത്തെ പോലെ കളിപ്പിക്കലൊന്നും അല്ലല്ലോ. ഏയ് ചേച്ചേ, ഇത് അന്നത്തെ പോലൊന്നുമല്ല. 3ാമതൊരു അറ്റാക്ക് കൂടി വന്നാൽ തട്ടിപ്പോകുമെന്ന് അന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ. എല്ലാം എന്റെ ഭാഗ്യമാണു. ഇനിയിപ്പോ ഞാനും എന്റെ മക്കളും അല്ലാതെ അളിയന്റെ സ്വത്തുക്കൾക്ക് വേറെ അവകാശക്കാരും ഇല്ലല്ലോ. സ്വത്തുക്കൾ തനിക്ക് മാത്രം കിട്ടുമെന്ന് ഉറപ്പിക്കണ്ട. അച്യുതാരികെ തന്നെ പോലെ വേറെ അളിയനും പെങ്ങളും ഉണ്ടെന്നുള്ള കാര്യം ഞാനിതിപ്പോ അവരെ വിളിച്ച് പറയുമൊന്നും വേണ്ട കേട്ടോ. ആ, മരിച്ചയാളുടെ ബന്ധുക്കൾ ആരും ഇതുവരെ വന്നില്ലേ? വന്നിട്ടില്ല സർ. എന്നാൽ ബോഡി മോർച്ചറിലേക്ക് മാറ്റിക്കോളൂ. ശരി സർ. ഡോക്ടർ, ഞാൻ അദ്ദേഹത്തിന്റെ അളിയനാ. അതെയോ? നിങ്ങൾ ബോഡി ഏറ്റുവാങ്ങിക്കോളൂ. ഓ, മോനെ വിക്രമാ, ഒരു സന്തോഷകരമായ വാർത്ത നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനുണ്ട്. കൈരളി എക്സ്പോർട്ടിംഗ് എന്റർപ്രൈസസ് എന്ന ഈ സ്ഥാപനത്തിന്റെ MD മാണിക്യമംഗലത്ത് അച്യുതൻ നായർ, അതായത് എന്റെ കോടീശ്വരനായ വൃത്തികെട്ട വല്യമ്മാവൻ അല്പസമയം മുമ്പ് അന്തരിച്ചു. ഈ സുദിനത്തിൽ അടുത്ത MD എന്ന നിലയിൽ മറ്റൊരു സന്തോഷകരമായ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാ തൊഴിലാളികൾക്കും ഇനി മുതൽ ഞാൻ 100 രൂപ ഇൻക്രിമെന്റ് നൽകുന്നതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ചെല്ലയ്ക്ക് മാത്രം 115 രൂപ 25 പൈസ. 15 രൂപ 25 പൈസ ബ്യൂട്ടി പാർലറിൽ പോയി ഈ മുഖം ഒന്ന് ശരിപ്പെടുത്തിയെടുക്കാനാ. പുതിയ MD സാറേ? യെസ് മിസ്റ്റർ പിയൂൺ വാസു, നമുക്കൊരു റീത്ത് വാങ്ങണ്ടേ? ഓ, ഞാൻ അതങ്ങ് മറന്നു. 300 രൂപയുണ്ട്. ഈ സിറ്റിയിൽ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ റീത്തിനെ വാങ്ങിച്ചോളൂ. റീത്തിൽ പുതിയ MD വിക്രമ സാറിന്റെ പാവന സ്മരണയ്ക്ക് വെണ്ടക്കഷത്തിൽ എഴുതട്ടെ. അതിൽ ചത്തത് ഞാനല്ല, എന്നാ സാറിന്റെ അച്ഛന്റെ പേര് എഴുതാം. കറക്റ്റ്. എന്റെ അച്ഛൻ എന്നെ എന്റെ കൂട്ടുകാരൻ എന്താ പ്രഭാര ഇത്? നീ എപ്പോ ഒന്ന് നീ എന്താ ഇങ്ങനെ മിടിച്ചു നോക്കുന്നത്? പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചേട്ടാ. എന്താ ഞാൻ മരിച്ചെന്ന് വിചാരിച്ചു? ബോഡി ഏറ്റുവാങ്ങാൻ ഒരു അളിയൻ വന്നിരുന്നല്ലോ. ഇല്ല സാർ, അച്ഛന്റെ അളിയൻ മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. ഞാൻ മകനാ. ഓഹോ, ചെല്ലു. നിങ്ങൾ തിരിച്ചു പോയിക്കോ. അപ്പൊ ഇതിന്റെ കാശ് അതെന്റെ മോനും കൊണ്ട് തരും. വാ പൊളിച്ച് നിൽക്കാതെ ഒന്ന് കരയുണ്ട് മനുഷ്യ. ഞാനെന്തിനു കരയണം? ദൈവമേ, ഒരു പൊട്ടനെയാണല്ലോ നീ എന്റെ തലയെ കെട്ടിവെച്ചത്. അയ്യോ, എന്റെ വെള്ളേട്ടാ.
സുഭദ്രെ, നീ ഇപ്പൊ വല്യേട്ടനെ കാണണ്ട, ഇങ്ങോട്ട് വാ. എന്റെ വല്യേട്ടനെ കാണരുതെന്ന് പറയാൻ ചേച്ചി ആരാ? ഇവിടെ ഇങ്ങനെ കാവലിരുന്നെന്ന് കരുതി സ്വത്തുക്കളെല്ലാം ഒറ്റയ്ക്ക് എങ്ങനെ തിന്നാമെന്ന് ഒരുത്തിയും കരുതണ്ട. അതേടി, സ്വത്തുക്കൾ മോച്ച് തന്നെയാ ഞാനിവിടെ ഇരിക്കുന്നത്. ഇത് ഹോസ്പിറ്റലാ, ഒന്ന് പിന്നെ മിണ്ടായിരിക്കണം. അവിടെ ഇങ്ങനെ എഴുതണം കേട്ടോ. വല്യേട്ടന്റെ മലവും മൂത്രവും കോരിയത് ഞാനാ. എനിക്ക് സ്വത്തുക്കൾ വേണോടി. പ്രായം കഴിഞ്ഞ 2 പെമ്പിള്ളാരാ എനിക്കുള്ളത്. ചേച്ചിയുടെ വർത്താനം കേട്ടാത്തൊന്നും വേറെ ആർക്കും പിള്ളേരില്ലെന്ന്. എനിക്കും കെട്ടിക്കാരായ ഒരു മകനാ ഉള്ളത്. ആരാ ആ മരക്കഷ്ണോ? അവനാരാ പെണ്ണു കൊടുക്കുന്നത്? എന്റെ മോനെ സരസനെങ്കിൽ വന്നോട്ടെ, ഇതിന്റെ മറുപടി അവൻ പറയും. ഒരാളിറങ്ങാനുണ്ട്. വണ്ടി നിർത്ത്. നിർത്താൻ. സ്റ്റോപ്പിൽ വണ്ടി പോട്ടെ. വണ്ടി നിർത്തോ ചെറ്റേ? എന്നെ ഇതൊന്നും ഇറക്കാൻ ഇവിടെ സ്റ്റോപ്പില്ല. സ്റ്റോപ്പില്ലെന്ന് പറയുന്നത് ലിമിറ്റഡ് സ്റ്റോപ്പാ. വണ്ടി നിർത്തോ. വണ്ടി ഒന്ന് സ്ലോ ചെയ്തോ. ഈ ശല്യം ഒന്ന് ഇറങ്ങിക്കോട്ടെ. അയ്യോ, എവിടെ വണ്ടി സ്ലോ ആവട്ടോ. പതുക്കെ പതുക്കെ എനിക്ക് കേറണ്ട. വണ്ടി നിർത്തോ. ടിക്കറ്റ് എടുക്കണോ? ഒരു ബസ് 2 ടിക്കറ്റാ. ഞാനിന്ന് ഇറങ്ങിയതാ. താൻ തന്നെ വീണ്ടും കയറിയതല്ല, പൊക്കി കയറ്റിയതല്ലേ. വണ്ടി നിർത്തോ. ഓരോരുത്തരും രാവിലെ കയറും മെനക്കെടുത്തതിനടുത്ത് തെണ്ടികള്. വണ്ടി എടുത്ത് വണ്ടി എടുത്ത്. ഒന്ന് മാറോ പ്ലീസ്. ഒന്നിറങ്ങിക്കോട്ടെ. നടന്ന് മാറോ. ചേട്ടാ, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറാൻ വേറെ ഒരുപാട് ബസ്സുകളുണ്ട്. എനിക്കിറങ്ങാൻ ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ. അതെന്താ മനസ്സിലാക്കാത്ത ചേട്ടൻ? പ്ലീസ്. പരമേശ്വര, എനിക്കൊരു ബോധക്ഷയം ഉണ്ടായപ്പോ നീ ആരെയൊക്കെ വിളിച്ചറിയിച്ചു ഞാൻ മരിച്ചു പോയെന്ന്? ആരെയൊക്കെ വിളിച്ചറിയിച്ചില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. അതിപ്പോ അളിയ ശവെടുപ്പിന് 10 ആള് വന്നോട്ടെന്ന് കരുതി അഡ്വാൻസ് ആയിട്ട് വിളിച്ചു പറഞ്ഞല്ലേ. നല്ല ഉദ്ദേശം. മുമ്പൊരിക്കൽ ഞാൻ മരിച്ചുപോയെന്ന് നീ പത്രത്തിൽ കൊടുത്തില്ലേ? അതെന്ത് ഉദ്ദേശത്തിലായിരുന്നു? മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. അത് നിന്റെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചാ മതിയടാ പരമേശ്വര. എന്നെ വിട്ട് പോയല്ലോ വല്യമ്മാവ. വല്യമ്മാവൻ എനിക്ക് ചെറുപ്പത്തിലാ പുളിയമ്മാവന് പിടിച്ചിട്ടാണ് അത് പറഞ്ഞത്. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല വല്യമ്മാവ. അയ്യോ പൊന്നുമോനെ കരയില്ലേടാ, വല്യമ്മാവൻ ഇപ്പോഴും ഒന്നും ചാവില്ല. അയ്യോ ഇപ്പൊ ചത്തില്ലേ? അയ്യോ എന്താ എന്താ ഇത്? ഇത്രയും വലിയ റീത്ത് കണ്ടാൽ പറയാതെ തന്നെ അറിയില്ലേ ഡോക്ടർ കാര്യം എന്താണെന്ന്? മിസ്റ്റർ, ഇത് ഹോസ്പിറ്റലാണ്. കാളച്ചന്തയൊന്നും അറിയാം. വാച്ച്മാൻ ഇവരെ പിടിച്ച് പുറത്താക്കാൻ. വാച്ച്മാനോ? ഞാൻ പുതിയ MD ആകുന്നതിനുള്ള അസൂയാണിത്. മരിച്ചയാൾ എത്ര ദുഷ്ടനായാലും ശരി, ഡെഡ് ബോഡി കാണാൻ നിങ്ങൾ അനുവദിക്കണം. അതിന് നിങ്ങളുടെ ആരും ഇവിടെ മരിച്ചിട്ടില്ല. മരണവും ജനനവും തീരുമാനിക്കുന്നത് നിങ്ങൾ ഡോക്ടർമാരല്ല, അത് ദൈവമാണ്. വരൂ, അകത്തേക്ക് വരൂ. ഒരു MD-യോടാണ് നിങ്ങൾ കളിക്കുന്നത്. ഇവിടെ ആരും മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമാവുന്നില്ല. തന്റെ മോൻ എന്തായാലും സ്നേഹമുള്ളവനാ. മരിക്കും മുമ്പ് വല്യമ്മാവൻ റീത്തം കൊണ്ടല്ലേ വന്നിരിക്കുന്നത്. ഇപ്പൊ മരിച്ചില്ലേ? വല്യമ്മാവൻ മരിച്ചെന്ന് തെണ്ടിയാ പറഞ്ഞത്.